കവിത ഈ വിവരം വീട്ടിൽ പോയി പറയില്ല മോളെ. അവൾക്കത് പറയാനാവില്ല. കാരണം കവിത ഉള്ളുകൊണ്ട് സ്വന്തം ആൾക്കാരെ വെറുക്കുന്നു. നിന്റെ മമ്മി ആരാണെന്ന് അറിഞ്ഞു വെച്ച് കവിത ഇവിടെ വന്നത് മമ്മിയുമായി ചങ്ങാത്തം കൂടാനാ. അതല്ലേ മമ്മി നശിപ്പിച്ചു കളഞ്ഞത്. ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചതായിട്ട് മോള് കരുതണ്ട. കവിത വീണ്ടും വരും. അവക്ക് വരാതിരിക്കാനാവില്ല. അതിന്റെ പിന്നിലെ കാരണം വൈകാതെ സഞ്ജന മോൾ അറിയും. കവിതയുടെയും നമ്മുടെയും ലക്ഷ്യം പലതാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള വഴി ഒന്ന് തന്നെയാ. മോളെ, കവിതേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നിന്നെ നാണം കെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകേണ്ടവരാ. ഗൗരി നിന്നോട് അങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗൗതം എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചു. അത് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റിന് വിരുദ്ധമാണ്. ഈ ചതി ഞാൻ ക്ഷമിക്കില്ല. അനുജത്തിയാണ് ആഗ്നേയ ഗ്രൂപ്പിന്റെ MD എന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നമ്മുടെ ഷെയർ വാങ്ങിച്ചത് അവളാണെന്ന കാര്യവും ഗൗതം മറച്ചുവെച്ചു. പകരം അനന്തരവളായ സഞ്ജനയെ രംഗത്തിറക്കി കളിച്ചത് ഗൗതമാ. ഒരിക്കലും അല്ല. ഗൗരി തിരിച്ചു വന്ന വിവരം ഞാൻ അറിയുന്നത് ഈ അടുത്ത സമയത്താ. അതും അവളുടെ മാനേജർ നമ്പീശൻ എന്നെ തേടി വന്നപ്പം. ഞാൻ വിദേശത്ത് എവിടെ ജോലി ചെയ്യുന്നുവെന്നാ ഗൗരി കരുതിയിരുന്നത്. ദേ, മംഗലശ്ശേരി ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഗൗതമുണ്ടെന്നറിഞ്ഞ അയാൾ എന്നെ തേടിയെത്തിയത്. ഞാൻ അവളെ കണ്ടപ്പോൾ നിന്നെ കല്യാണം കഴിച്ച കാര്യമൊന്നും ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം മാത്രമേ അവൾക്കറിയാവൂ. മംഗലശ്ശേരിക്കാരോടുള്ള പക തീർക്കാൻ മാത്രമാണ് അവളിപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കുകയും വേണം. അപ്പോ സ്വാതി ആക്രമിച്ചത് ഗൗരി തന്നെയാണോ? എനിക്കതേപ്പറ്റി അറിയില്ല. ഞാൻ ആ കാര്യം ചോദിച്ചതുമില്ല. പക്ഷേ നീ ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിലുമുണ്ട്. അത് അവള് തന്നെയായിരിക്കും. നീ കരുതുന്ന പോലെയല്ല ഗൗരിയുടെ ഇപ്പോഴത്തെ നില. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപയാവൾ. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരത്തിൽ അവൾ എത്തിക്കഴിഞ്ഞു. മംഗലശ്ശേരിയിലെ സകലരെ അവസാനിപ്പിക്കുകയാണ് അവളുടെ ലക്ഷ്യം. അവൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ മംഗലശ്ശേരിയിലെ ആർക്കും കഴിയില്ല. അവളുടെ മനസ്സിലിരി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളുടെ മുന്നിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയത്. നാളെ നിന്റെ നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നാലെ നിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിനെക്കുറിച്ചും എനിക്ക് അവളോട് പറയണം. ഇപ്പോഴും ഞാൻ നിന്നെ ചതിക്കുകയാണെന്നാണോ നീ കരുതുന്നത്? ഇത്രയും പവറുള്ള ഒരാൾ കൂടെ ഉള്ളപ്പം ഞാൻ നിന്നെ നിന്റെ ഒപ്പം തുള്ളേണ്ടത്? ഗൗരിയുടെ പക്ഷത്തേക്ക് കൂറുമറിയ പോരെ? എനിക്ക് എന്ത് നേട്ടങ്ങളുണ്ടായാലും ഞാൻ അതിന് തയ്യാറാവില്ല. അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ട് മാത്രമാണ്. പക്ഷെ ഞാൻ നിന്നെ ചതിച്ചു എന്ന് മാത്രം നീ ഇനി പറയരുത്. ഗൗരി ഇവിടെ അറിയപ്പെടുന്നത് ദക്ഷ എന്ന പേരില. ഇനി ഞാൻ ഒന്നുകൂടി പറയാം. ദക്ഷ ആരാണെന്നുള്ള കാര്യം അമ്മൂനും ദിനേശിനും അറിയാം. മാണിക്യമംഗലത്ത് അമ്മൂനും ദിനേശിനും വിളക്ക് വെക്കാൻ പോയപ്പോൾ ദക്ഷയോടെ വന്നിരുന്നു. അമ്മൂവിനോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ പെണ്ണിനെ ഗൗരി ജീവനോടെ വെച്ചിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അവളിപ്പോ നിന്നോട് പെരുമാറിയത് നീ മംഗലശ്ശേരിയിൽ ഒരു അംഗമെന്ന നിലയ്ക്കാണ്. അവളുടെ ആ ധാരണ എനിക്ക് മാറ്റിക്കൊടുക്കണം. മംഗലശ്ശേരി നിന്ന് ഒരു സമ്പത്തും കൊണ്ടുപോകാൻ ദക്ഷ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് വേണ്ടത് അവിടെയുള്ളവരുടെ ജീവനാണ്. ആ തറവാട് കുളം തോണ്ടി കാണണം. അതിന് ഏത് തലം വരെ അവൾ പോകും? സഞ്ജുവിനോ നിന്റെ അച്ഛനോ ഒന്നും അവളെ തടയാനാവില്ല. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ആ പ്രതികാരാഗ്നിയിൽ നീ ബലിയാടാവരുത്.
ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ? മംഗലശ്ശേരിയിലെ ശത്രുവിനോട് നീ ഇപ്പോൾ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. ഇപ്പോഴുണ്ടായ അപമാനം നിന്റെ ഗുണത്തിനു വേണ്ടി മാത്രമാണെന്ന് നീ കരുതുക. രക്ഷയെ മുന്നിൽ നിർത്തി കളിക്കാനുള്ള ബുദ്ധിയാണ് കാണിക്കേണ്ടത്. ഇനി അവളുടെ ആവശ്യം നിനക്കില്ലെങ്കിൽ നീ വിട്ടേക്ക്. ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് കരുതി നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കാം. ഗൗതം, വണ്ടി എടുക്ക. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് നീ വിളിച്ചത്? ബെഡിൽ കയറ്റി ഇരുത്താനാണോ? അല്ല, അമ്മ എവിടെ? അറിയില്ല. അവള് നിന്റെ കൂടെ ഉണ്ടെന്നാ ഞാൻ കരുതിയത്. ഞാൻ കരുതി നിങ്ങൾ ഒന്നിച്ചുണ്ടാവുമെന്ന്. എന്താ ചേച്ചി? നീ ആ ഡോർ പോയി ലോക്കി. ഡോർ എന്തിനാ ലോക്ക് ചെയ്യുന്ന? പറയുന്നത് അനുസരിക്കാമോ? പോയി വാതിലടിച്ച് ലോക്കി. ഞാനൊരു മണ്ടിയാണെന്നാണോ നിങ്ങൾ രണ്ടുപേരും ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒന്നും ഞാൻ അറിയില്ലെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. അധികകാലം ആരെയും വിട്ടിയാക്കാൻ പറ്റില്ല. ഞെട്ടലൊന്നും വേണ്ട. എല്ലാ സത്യവും എനിക്കറിയാം. ആ ദിവസം വന്നു എല്ലാം സ്വാതി അറിഞ്ഞു കഴിഞ്ഞു. എത്ര കാലം എല്ലാരിൽ നിന്ന് നിങ്ങൾക്ക് തൊളിച്ചു വെക്കാൻ കഴിയും? അതോ ഒരു കാലത്തും ആരും അറിയാതെ ഇത് തുടർന്നു പോവാന്ന് വിശ്വാസമായിരുന്നോ? നീ ഈ അഭിനയൊന്നും എന്റെ മുമ്പിൽ വേണ്ടാമോ? നീ ചേച്ചി എന്ന് വിളിച്ച് എന്റെ പിന്നാലെ നടക്കുമ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ എന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറത്തായിരുന്നു. സഞ്ജുവിന് ഞാൻ സമ്മതിച്ചു തന്നു. മിടുക്കൻ. ആദ്യം പ്രണയം പറയുന്നത് പലപ്പോഴും പുരുഷനാ. പെണ്ണിന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും അവളത് പുറത്ത് പ്രകടിപ്പിക്കില്ല. അയാളത് പറയാൻ വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും അവള് തയ്യാറാവും. പക്ഷെ അവൾ ഒരു മടിയില്ലാതെ ഐ ലവ് യു എന്ന് പറയും.
മറ്റൊരു പെണ്ണിനോടത് പറയാനും അയാൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല. സ്വാതി ഇല്ലെങ്കിൽ ഞാനില്ലെന്ന് 100 വട്ടം പറഞ്ഞ് സഞ്ജു അത് തന്നെ ചെയ്തു. ഞാൻ ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുമ്പോഴും സഞ്ജു അത് തന്നെ പറഞ്ഞതാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? നിന്റെ ശരീരത്തിനെയല്ല മനസ്സിനെയാ സ്നേഹിച്ചതെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയിട്ട് അമ്മുവിനെ പ്രലോഭിപ്പിക്കാൻ സഞ്ജുവിന് ഒരു മടിയുണ്ടായിരുന്നില്ല. സച്ചിയെ വേണ്ടാത്തവള് സഞ്ജുവിന്റെ വലയിൽ വീണു. സ്വാതി, സ്വാതി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നെ ഞാൻ ചതിച്ചൊന്നും മാത്രം പറയരുത്. സഞ്ജു കൂടുതലൊന്നും ന്യായീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ഇതെന്റെ ഊഹമോ ആരെങ്കിലും പറഞ്ഞു തന്നതോ അല്ല. പലതവണ നിങ്ങളെ കാണാൻ പാടില്ലാത്ത തരത്തിൽ കണ്ടതാ ഞാൻ. സഞ്ജു അമ്മുവിനെ വിവാഹം കഴിക്കുന്നതില് എനിക്കൊരു എതിർപ്പുമില്ല. ഇവളുടെ ഭർത്താവിനെ കണ്ടെത്തി ഡിവോഴ്സ് വാങ്ങിക്കൊടുത്ത് മറ്റാരുടെങ്കിലും കൂടെ വിവാഹം കഴിപ്പിച്ച് വിടാനാ ഞാൻ ശ്രമിക്കുന്നത്. ഇനി ഇവളുടെ ഭർത്താവിനെ കണ്ടെത്തുന്ന ജോലി സഞ്ജു തന്നെ ഏറ്റെടുക്കണം. ഡിവോഴ്സ് കഴിഞ്ഞ് മതി വിവാഹം. സ്വാതി യാഥാർത്ഥ്യം മനസ്സിലാക്കിയല്ല സംസാരിക്കുന്ന. ഞാനും അമ്മും തമ്മില് എന്തോ ബന്ധം ഉടലെടുത്തു എന്നുള്ള സംശയം ഇവൾക്ക്. ഇതൊരു ഒളിച്ചുകളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് ഞാൻ സമ്മതിക്കില്ല. എല്ലാവരെയും ഞാൻ ഈ വിവരം അറിയിക്കാൻ പോവാ. ചേച്ചി, എന്നെ സംശയിക്കാൻ എന്റെ ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വന്നു? ചേച്ചിയുടെ രാജകുമാരനെ സ്വന്തമാക്കാൻ ഞാൻ മോഹിക്കോ ചേച്ചി? അത്രമാത്രം അധപ്പതിച്ചവളാണോ ഞാൻ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ചേച്ചി കരുതി പോയല്ലോ. എനിക്കിനി മരിച്ചാ മതി. നിങ്ങൾ പല സ്ഥലത്ത് വെച്ച് സംസാരിക്കുന്നതും സഞ്ജുവിനെ കെട്ടിപ്പിടിക്കുന്നതും ഞാൻ നേരിട്ട് കണ്ടതാ. എന്താടി, അതൊന്നും സത്യമല്ലേ? നിന്റെ മനസ്സ് ഇത്രത്തോളം ഇടുങ്ങിപ്പോയെന്ന് ഞാൻ കരുതിയില്ല സ്വാതി. നിന്നെ ഓർത്ത് അമ്മ ചുവരിൽ തലതല്ലി കരയുന്നുണ്ട് ഞാൻ പിടിച്ചു മാറ്റിയതാ നീ കണ്ടത്. നീ നേരിട്ട് കണ്ടെങ്കിൽ എന്താ സ്വാതി ഞങ്ങളുടെ സംസാരം മാത്രം കേൾക്കാതെ പോയത്? നിന്റെ മുന്നിൽ പിടിച്ചു നിന്നിട്ട് പുറത്തിറങ്ങി ഞാൻ നെഞ്ചു പൊട്ടി കരഞ്ഞു പോകുന്നത് അമ്മുവിന്റെ മുന്നിൽ മാത്രം. അതെനിക്ക് പങ്കുവയ്ക്കാൻ നിന്റെ അനിയത്തി മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഞങ്ങൾ അന്യോന്യം സങ്കടപ്പെടുന്ന ഒന്നും നീ കേട്ടില്ലേ? എന്റെ ജീവശ്വാസം പോലും നീ ആസ്വാദി. മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നീ എന്നെ കൊണ്ടത് സത്യം ചെയ്യിപ്പിച്ചപ്പോ ഞാൻ സമ്മതിച്ചു തന്നത് നീ ഇവിടുന്ന് പോകുമെന്ന് ഭയന്നിട്ട. നിന്റെ മാനസികാവസ്ഥ എനിക്കറിയായിരുന്നു. ഞാനൊരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടുമെങ്കിൽ അത് നിന്റെ കഴുത്തി മാത്രമായിരിക്കും.
അതിന് നീ ആരൊക്കെ എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാലും എന്റെ കൈ ഉയരില്ല. എനിക്കൊരു പരിഭവമില്ല നിന്നോട്. നിനക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് ഞാൻ അറിയുന്നു. അതെന്നെ എത്രമാത്രം സന്തോഷപ്പെടുത്തുകയാണെന്നോ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയാ നിനക്കത് സഹിക്കാനാവില്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് നീ എന്താ മോൾ എന്നെ മനസ്സിലാക്കാത്തത്? സഞ്ജു, സഞ്ജു എന്നോട് ക്ഷമിക്ക്. അമ്മ, ചേച്ചി പറയാൻ പാടില്ലാത്തത് പറഞ്ഞുപോയി. ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും അത് എന്റെ അടുത്ത് പറയാൻ പറ്റിയത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേനെ. ഞാൻ എത്ര മോശമായി ചിന്തിച്ചു പോയി. അത്രയ്ക്ക് ചേച്ചി അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. ആ സ്നേഹം സത്യ ചേച്ചി. ചേച്ചിയെ പറ്റിയല്ലാതെ ഒരു വാക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കും. ഇനി സങ്കടങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ അയക്കൂ. സഞ്ജു, സോറി. ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ. വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീയേ. നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാ. നിലവാകാം, നിഴലാകാം. മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. സ്വപ്നം നീ, സ്വന്തം നീ. ഒരു വാക്ക്, സ്വർഗം ഒരേ ഒരു വാക്ക്, സർവം നീ. നീ സമ്മതമെന്ന് മാത്രം പറ. നാളെ നിന്റെ കഴുത്തിൽ ഞാൻ താലികെട്ടും. പറ, എനിക്ക് സമ്മതാന്ന്. സമ്മതം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോ.